അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കണ്ട ജിന്ന് എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഏതായാലും മുഖദ്ദിമകളെല്ലാം കഴിഞ്ഞു, ആമുഖങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ജിന്നുമായി സംവദിക്കുന്ന വിഷയത്തിലേക്കാണ് നാം പോകുന്നത്. ഈ ജിന്ന് വന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിയിട്ടാണ്. ശരീരം ഒരു മനുഷ്യൻ്റെ ആയിരുന്നു, സംസാരിച്ചത് മുസ്ലിമായ ഒരു ജിന്നായിരുന്നു. ആ ജിന്നിൻ്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ജിന്നിനെ ഒരു മനുഷ്യനിലൂടെ അവൻ ഇളകി തുടങ്ങിയപ്പോൾ അവനോട് സലാം പറഞ്ഞ് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഇനി നമ്മുടെ ഓരോ ഭാഗങ്ങളിലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായി ജിന്നിനോട് ചോദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്, അല്ലെങ്കിൽ ജിന്നുകളെ സൃഷ്ടിച്ചതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ജിന്ന് ഇങ്ങോട്ട് മറുപടി പറഞ്ഞു. മനുഷ്യ ശരീരത്തിൽ നിന്നും ജിന്നിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നു. ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞത്, അള്ളാഹു ഞങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യരായ നിങ്ങളെ സൃഷ്ടിച്ചതുമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് ജിന്ന് പറഞ്ഞത്. അപ്പോൾ അതുമായി ചില അടയാളങ്ങളും കൂടി ഈ ജിന്ന് വ്യക്തമാക്കി. ഒന്ന്, ഞങ്ങളുടെ ശരീരത്തിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഉടലിനെ അപേക്ഷിച്ച് ശിരസ് കുറച്ച് വലുതാണ്, തല വലുതാണ്. അപ്പോൾ ശരീരത്തെക്കാൾ വലുതാണ് ഇവരുടെ തല, മുസ്ലിമായ ജിന്നിൻ്റെ തല. ശ്രദ്ധിച്ചോണം. പിന്നീട് കണ്ണുകൾക്ക് നല്ല നീളമുണ്ട്. ഞങ്ങളുടെ കണ്ണുകൾക്ക് നല്ല നീളമുള്ള കണ്ണുകളാണ്. അതുപോലെ അതായത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ കണ്ണുകൾ വെളിയിലേക്ക് തള്ളി നിൽക്കും പോലെ തള്ളി നിൽക്കാറില്ല. ഞങ്ങളുടെ കണ്ണുകൾ ഉള്ളിലേക്കാണ് നിൽക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ ജപ്പാൻകാരുടെയോ ചൈനക്കാരുടെയോ ഒക്കെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞിരിക്കും പോലെ ഉള്ളിലേക്ക് തള്ളിയിരിക്കും, എന്നാൽ കണ്ണുകൾക്ക് നീളവും ഉണ്ടായിരിക്കും എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടാമത് ജിന്നിനോട് ചോദിച്ചു. അതിന് ശേഷം ചോദിച്ചു, ഈ ജിന്നുകൾക്ക് എപ്പോഴും കണ്ണുകൾ ചുവപ്പ് നിറമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് ചോദ്യം. അപ്പോൾ ഈ ജിന്ന് മറുപടി പറഞ്ഞു, എപ്പോഴും അങ്ങനെ ചുവപ്പ് കളർ കണ്ണിനില്ല. മനുഷ്യരെ പോലെ കറുപ്പും നീലയും ഒക്കെ കളറുകൾ കണ്ണുകൾക്ക് ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ ചെവികൾ, ജിന്നുമക്കളുടെ ചെവികൾ കുതിരയുടെ ചെവിയെപ്പോലെയാണ്. കണ്ണ് നമ്മെപ്പോലെയാണ്, ചില സമയത്ത് ചുവപ്പാണ്, കറുപ്പും നീലയും ഉണ്ടാവും. എന്നാൽ ചെവികൾ കുതിരയുടെ ചെവി എങ്ങനെയാണോ ആ രീതിയിൽ കുറച്ച് നീളമുള്ള ചെവികളാണ്. അതുപോലെ ഞങ്ങളിൽ തന്നെ പൂച്ചയുടെ ചെവിയുടെ മോഡലുള്ള ജിന്നുകളും ഉണ്ട് എന്ന് മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് മറുപടി പറയുകയാണ്. അതോടൊപ്പം ഈ മുസ്ലിം ജിന്നുകൾ വരുന്ന കോലങ്ങളെക്കുറിച്ചും അതേ വായിൽ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. പൂച്ച, കുതിര, സിംഹം എന്നീ മൃഗങ്ങളുടെ രൂപത്തിലെ മാറ്റത്തിലുമാണ് ജിന്നുകൾ വരിക എന്ന് ഈ ജിന്ന് തന്നെ മറുപടി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മൂക്ക് മനുഷ്യരുടേതുപോലെ മുഖത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെയാണ്, പക്ഷേ ഒരുമാതിരി ചപ്പിയ മൂക്കാണ്. തെളിച്ചു പറഞ്ഞാൽ ഈ ഫിലിപ്പീൻസുകാരുടെ മൂക്ക് പോലെ ഒരു ചെറിയ ചപ്പൽ അവർക്കുണ്ടാകും, ഒന്ന് അകത്തേക്കുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മൂക്കുകൾ എന്ന് പറയുന്നു. ഇനി മുസ്ലിം ജിന്നുകൾ, ഞങ്ങളിൽപ്പെട്ട മുസ്ലിം ജിന്നുകൾ നിങ്ങളെപ്പോലെ താടി വളർത്താറുണ്ട്. അപ്പോൾ താടി വളർത്തുന്നതും നമ്മളിലുള്ളതുപോലെ അവരിലും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സ്ത്രീകളായ മുസ്ലിം ജിന്നുകൾ
ഇടതൂർന്ന് വളർന്ന ധാരാളം കേശഭാരം മുടിയുള്ളവരാണ്. അപ്പം മനുഷ്യ സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ വളരെ തിക്നെസ്സായ തലമുടിയുള്ള പെണ്ണുങ്ങളാണ്, ജിന്നുകളാണ് ഞങ്ങളിലും ഉള്ളത് എന്ന് മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറയുകയാണ്. ഇനി ഈ കൂട്ടത്തിൽ, ഈ സ്ത്രീകളായ ജിന്നുകളുടെ കൂട്ടത്തിൽ വളരെ നീളം കൂടിയ മുടിയുള്ളവരും, അതായത് കാലുവഴിയെ നീളം ഉള്ള മുടിയുള്ള സ്ത്രീകളായ ജിന്നുകളും ഉണ്ട്. അതുപോലെ അത് അവർ നമ്മുടെ മനുഷ്യരായ സ്ത്രീകൾ ഒരഴകിൻ്റെ പര്യായമായിട്ടാണല്ലോ കാണുന്നത്. അതുപോലെയാണ് സ്ത്രീകളായ ജിന്നുകളും മുടികൾ കൂടുതൽ വളർത്തുന്നത് അവരുടെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അതുപോലെ അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഒറ്റ വായിൽ പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ചോദിച്ചത് നിങ്ങളുടെ കൈകളും കാലുകളും അതെങ്ങനെയാണ്, നിങ്ങളുടെ ജിന്നുകളുടെ കൈകളും കാലുകളും എങ്ങനെയാണ്? അതിനെക്കുറിച്ചാണ് അടുത്ത മറുപടി പറയുന്നത്. കൈകളും കാലുകളും മനുഷ്യരായ നിങ്ങളുടേത് പോലെ തന്നെയാണ്, അഥവാ നമ്മുടെ കയ്യും കാലും തന്നെയാണ് ആർക്ക്? ജിന്നുകൾക്ക്. എന്നാൽ നീണ്ട കൈത്തണ്ടുകളാണ്, അതായത് കൈയുടെ ഉണ്ടല്ലോ പാത്തി, ഈ കൈത്തണ്ടുകൾക്ക് നീളം കൂടുതലാണ്. അതുപോലെ തന്നെ ആ നീളമുള്ള കൈത്തണ്ടുകളിൽ നീളമുള്ള നഖങ്ങളും ഉണ്ടാകും. ഇതാണ് ഞങ്ങളിൽ നിങ്ങളുമായിട്ട് കൈയുടെ വിഷയത്തിൽ ഉള്ള വ്യത്യാസം. അടുത്ത ചോദ്യം ചോദിച്ചു, ജിന്നുകളായ നിങ്ങൾക്ക് അസ്ഥികൂടവും ഹൃദയവും ശ്വാസോച്ഛ്വാസ വ്യവസ്ഥയും ദഹന പ്രക്രിയയും അപ്പോൾ മനുഷ്യർക്ക് നടക്കുന്നത് പോലെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ജിന്നുകളുടെ ഈ അവസ്ഥയെക്കുറിച്ചെന്ന്? അപ്പോൾ മറുപടി മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറയുന്നത്, പൂർണ്ണമായും നിങ്ങളുടേത് പോലെ തന്നെ, മനുഷ്യരെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ അസ്ഥികൾ ശരീരത്തെയും അതിലുള്ള മാംസത്തെ അപേക്ഷിച്ച് വളരെ വലുതാണെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച ഞങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ചെറുതായി പരിഗണിക്കുന്ന അവസ്ഥയാണ് എന്ന് ഈ ശരീരത്തെക്കുറിച്ചും അസ്ഥികളെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചുമൊക്കെ ഒരു വിശദീകരണം മുസ്തഫ കഞ്ചൂർ നടത്തി. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശ്വാസോച്ഛ്വാസം വളരെ കുറച്ച്, ശ്വസിക്കാനുള്ള വായു ജിന്നുകൾക്ക് വളരെ കുറച്ച് മതി, ഓക്സിജൻ കുറച്ച് മതി. അതുപോലെ മുസ്തഫ കഞ്ചൂർ തുടർന്ന് പറഞ്ഞു, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്ന വിധത്തിലുള്ള ഒരു ദഹന പ്രക്രിയയാണ് അള്ളാഹു തആല ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുപോലെ മാലിന്യാവശിഷ്ടങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖര ദ്രാവക രൂപത്തിൽ, വായു രൂപത്തിലൊക്കെ ഈ മാലിന്യാവശിഷ്ടങ്ങൾ ഖരദ്രാവക രൂപത്തിൽ പുറംതള്ളുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖരമായിട്ടോ ദ്രാവക രൂപത്തിലോ ഒന്നും അല്ല, വായു ആയിട്ട്, കാറ്റായിട്ടാണ് മാലിന്യ വസ്തുക്കൾ ഞങ്ങൾ പുറം തള്ളുന്നത് എന്നും മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറയുകയാണ്. അപ്പോൾ ജിന്നിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു, അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ പറഞ്ഞു, അവരുടെ മാലിന്യ അവശിഷ്ടങ്ങളുടെ പുറന്തള്ളലിനെ കുറിച്ചും പറഞ്ഞു. അതിൽ സ്ത്രീകളായ ജിന്നുകളുടെ രൂപത്തിൻ്റെ ചില ഭാഗം മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ മാത്രവുമല്ല, അപ്പോൾ അതിനോടൊപ്പം തന്നെ മുസ്തഫ പറഞ്ഞു, അള്ളാഹുവിനെ സ്മരിക്കാതെ കിടന്ന് ഉറങ്ങുന്ന, അഥവാ നിസ്കരിക്കാൻ എഴുന്നേൽക്കാതെ സുബഹി സമയത്ത് എഴുന്നേറ്റ് കിടന്നുറങ്ങുന്ന മുസ്ലിമിൻ്റെ ചെവിയിൽ ശൈത്വാൻ മൂത്രമൊഴിക്കുന്നു എന്ന വിഷയം കൂടി ഈ ജിന്ന് പറയുകയാണ്. അപ്പം ആദ്യം പറഞ്ഞല്ലോ അവർക്ക് ദ്രാവക ഖര പദാർത്ഥങ്ങൾ ഇല്ല എന്ന്. പക്ഷേ നിസ്കരിക്കാതെ സുബഹിക്ക് കിടന്ന് ഉറങ്ങുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചെവിയിലേക്ക് ശൈത്വാൻ മൂത്രമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവനിക്കും അറിയാം. അതിന് ഹദീസ് ഉൾപ്പെടെയുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് പറയുന്നുണ്ട്, ഹദ്ദസന
ഉസ്മാൻ ഇബ്നു അബി ഷൈബ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഹദീസുണ്ട്. അന അബ്ദുല്ലാഹി ഖാൽ ذكر عند رسول الله صلى الله عليه وسلم رجل نام ليلة حتى أصبح قال ذاك رجل بال الشيطان في أذنه أو قال في أذنه എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അപ്പോൾ ആ ഹദീസിൽ പറയുന്നുണ്ട്, നേരം വെളുക്കുന്നവരെ കിടന്നുറങ്ങുന്ന ഒരാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്ന് പറയപ്പെട്ടപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാച് അവൻ്റെ രണ്ട് ചെവികളിലും അല്ലെങ്കിൽ അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിച്ച അവസ്ഥയിലാണ് അവൻ എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അപ്പോൾ അതും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് വിഷയം ഓക്കെയാണ്, കറക്റ്റാണ്. ഇനി അടുത്ത ചോദ്യം, ജിന്നുകളായ നിങ്ങൾക്ക് ലൈംഗിക അവയവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ലൈംഗിക അവയവങ്ങൾ. ഈ ജിന്ന് പറഞ്ഞു, മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറഞ്ഞു, പൂർണ്ണമായും മനുഷ്യരെ പോലെ ലൈംഗിക അവയവങ്ങൾ ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ ശരീരത്ത് ആനുപാതികമായിട്ട് പുരുഷന്മാർക്ക് നിങ്ങളുടെ പുരുഷന്മാരെ പോലെ തന്നെ ലൈംഗികമായ അഭിവാഞ്ഛയും തൃഷ്ണയും ലൈംഗികവേക്ഷ നടത്താനുള്ള കഴിവുകളും ശുക്ലസ്രാവവും എല്ലാം ഞങ്ങൾക്കുണ്ട്. ശുക്ല ഉൾപ്പെടെ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പോകുന്ന സാധനം അങ്ങനെ തന്നെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ചിലപ്പോൾ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ശുക്ലം വരെ ഉണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങളിലുള്ള സ്ത്രീകളും നിങ്ങളുടെ സ്ത്രീകളെപ്പോലെ അവരുടെ കന്യാചർമ്മം വിവാഹത്തോടെ പൊട്ടിപ്പോകുകയും ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് കഞ്ചൂർ പറയുകയാണ്, സഹോദര, തികച്ചും സാധാരണ ജീവിതമാണ് ഞങ്ങളുടേതും. അങ്ങനെ ആ വിഷയം അവിടെ നിർത്തിയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വീണ്ടും ജിന്നിനോട് ചോദിച്ചത്. ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് അത് ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.